ഹായ് ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാക്കാനും മനോഹരമായി സംസാരിക്കാനും സഹായിക്കുന്ന അഡ്വാൻസ്ഡ് ന്യൂസ് പേപ്പർ വൊക്കാബുലറി പ്രാക്ടീസിൻ്റെ 10ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ സീരീസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സാധാരണയായിട്ട് പത്രങ്ങളിലും പുസ്തകങ്ങളിലും കാണുന്ന അഡ്വാൻസ്ഡ് വൊക്കാബുലറികളാണ്. തീർച്ചയായും ഈ സീരീസ് നിങ്ങളെ പുതിയ വാക്കുകൾ പഠിക്കാൻ സഹായിക്കും. പുസ്തകങ്ങൾ, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറുകൾ ഇതൊക്കെ വായിക്കുന്ന സമയത്ത് വാക്കുകളുടെ അർത്ഥം കിട്ടാതെ ബുദ്ധിമുട്ട് നേരിടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ സീരീസ് നിങ്ങളെ സഹായിക്കും. ഈ 10 വാക്കുകളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ വാക്ക് റേസ്, രണ്ടാമത്തെ വാക്ക് എവിക്റ്റ്, മൂന്നാമത്തെ വാക്ക് ഫിഷ് ഔട്ട്, നാലാമത്തെ വാക്ക് ഹിഡിയസ്, അഞ്ചാമത്തെ വാക്ക് കമ്പയൽ, ആറാമത്തെ വാക്ക് ഔട്ട് മോഡഡ്, ഏഴാമത്തെ വാക്ക് ബിസ്മേർച്ച്, എട്ടാമത്തെ വാക്ക് റിബഫ്, ഒമ്പതാമത്തെ വാക്ക് യൂസർ, പത്താമത്തെ വാക്ക് ഡിസ്ബാർ. ഒന്നാമത്തെ വാക്ക് റേസ്. ഇതിനർത്ഥം നശിപ്പിക്കുക, നീക്കുക, ഇടിച്ചു കളയുക, നിലം പരിശാക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ദി ഓൾഡ് ബിൽഡിംഗ് വാസ് റേസ്ഡ് ടു മേക്ക് എ വേ ഫോർ എ ന്യൂ ഷോപ്പിംഗ് സെൻറ്റർ. പുതിയ ഒരു ഷോപ്പിംഗ് സെൻറ്ററിലേക്ക് വഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഴയ ബിൽഡിങ് പൊളിച്ചു മാറ്റി. ടു മേക്ക് എ വേ എന്നാൽ വഴി ഉണ്ടാക്കാൻ വേണ്ടി. ബിൽഡിംഗ് വാസ് റേസ്ഡ് എന്നാൽ ബിൽഡിങ് നശിപ്പിച്ചു, ബിൽഡിങ് ഇടിച്ചു കളഞ്ഞു. ദി ഓൾഡ് ബിൽഡിംഗ് വാസ് റേസ്ഡ് ടു മേക്ക് എ വേ ഫോർ എ ന്യൂ ഷോപ്പിംഗ് സെൻറ്റർ. ഒരു പുതിയ ഷോപ്പിംഗ് സെൻറ്ററിന് വഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഴയ ബിൽഡിങ് പൊളിച്ചു മാറ്റി. അപ്പോൾ എന്താണ് റേസ്? നശിപ്പിക്കുക, ഇടിച്ചു കളയുക. രണ്ടാമത്തെ വാക്ക് ഇവിക്റ്റ്. ഇതിനർത്ഥം ഒഴിപ്പിക്കുക, കുടിയിറക്കുക, ബഹിഷ്കരിക്കുക, വെളിയിലേക്ക് തള്ളുക, ഇതൊക്കെയാണ് അർത്ഥം. ദ ലാൻഡ് ലോഡ് ഹാഡ് ടു എവിക്റ്റ് ദ ടെനൻസ് ആഫ്റ്റർ ദേ ഫെയിൽഡ് ടു പേ റെൻറ്റ് ഫോർ 3 months. വാടകക്കാർക്ക് 3 മാസത്തെ വാടക കൊടുക്കാൻ സാധിച്ചില്ല. അതിനെ തുടർന്ന് വീട്ടുടമസ്ഥന് അവരെ ഇറക്കി വിടേണ്ടി വന്നു. ടെനൻസ് എന്നാൽ വാടകക്കാർ. ഹാഡ് ടു എന്നാൽ ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ദ ലാൻഡ് ലോഡ് ഹാഡ് ടു എവിക്റ്റ്. ഈ വീട്ടുടമസ്ഥന് ഇറക്കി വിടേണ്ടി വന്നു. ഫെയിൽഡ് എന്നാൽ ഇവിടെ സാധിച്ചില്ല എന്നുള്ള അർത്ഥമാണ്. ടു പേ എന്നാൽ പണം അടക്കാൻ. മൂന്നാമത്തെ വാക്ക് ഫിഷ് ഔട്ട്. ഇതിനർത്ഥം കണ്ടെടുക്കുക, പുറത്തെടുക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് ഓഫ് സെർച്ചിങ് ഐ ഫൈനലി ഫിഷ്ഡ് ഔട്ട് ദ റൈറ്റ് ഡോക്യുമെൻറ്റ്. ഡോക്യുമെൻ്റ് എന്നാൽ രേഖ, ആധാരം, പ്രമാണം, ഇതൊക്കെയാണ് അർത്ഥം. ഫൈനലി എന്നാൽ അവസാനം. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷമുള്ള തിരച്ചിലിനൊടുവിൽ ഐ ഫൈനലി ഫിഷ്ഡ് ഔട്ട് ദ റൈറ്റ് ഡോക്യുമെൻറ്റ്. ഞാൻ അവസാനം ശരിയായിട്ടുള്ള ഡോക്യുമെൻ്റ്, രേഖ കണ്ടെത്തി, പുറത്തെടുത്തു. നാലാമത്തെ വാക്ക് ഹിഡിയസ്. ഇതിനർത്ഥം ഭീകരമായ, പേടിപ്പിക്കുന്ന, അറപ്പ് തോന്നിക്കുന്ന, അസുഖപ്രദമായ, ഇതൊക്കെയാണ് അർത്ഥം. ഇറ്റ് വാസ് എ ഹിഡിയസ് ക്രൈം. ഇത് ഒരു പേടിപ്പിക്കുന്ന കുറ്റകൃത്യമായിരുന്നു. ദാറ്റ് ഷോക്ക്ഡ്. അത് ഞെട്ടിപ്പിച്ചു. ദ എൻറ്റയർ കമ്മ്യൂണിറ്റി. എൻറ്റയർ എന്നാൽ മുഴുവനായിട്ടുള്ള എന്നുള്ള അർത്ഥമാണ്. മുഴുവൻ കമ്മ്യൂണിറ്റിയെയും, സമൂഹത്തെയും ആ പേടിപ്പെടുത്തുന്ന കുറ്റകൃത്യം ഞെട്ടിത്തരിപ്പിച്ചു. അഞ്ചാമത്തെ വാക്ക് കമ്പയർ. ഇതിനർത്ഥം സമാഹരിക്കുക, കൂട്ടിച്ചേർക്കുക, ശേഖരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. വിവിധ സ്രോതസ്സുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുക. ഹി കമ്പയൽഡ് എ ലിസ്റ്റ് ഓഫ് ഓൾ ദ സ്റ്റുഡൻസ് ഹൂ വെർ ആബ്സെൻറ്റ്. ഹി കമ്പയൽഡ് അവൻ ശേഖരിച്ചു, അദ്ദേഹം ശേഖരിച്ചു. എ ലിസ്റ്റ് ഓഫ് ഓൾ ദ സ്റ്റുഡൻസ് എല്ലാ വിദ്യാർത്ഥികളുടെയും ലിസ്റ്റ് അദ്ദേഹം ശേഖരിച്ചു. ഹൂ വേർ ആബ്സെൻറ്റ്. ആബ്സെൻ്റ് എന്നാൽ ഹാജരില്ലാത്ത എന്നുള്ള അർത്ഥമാണ്. ഹാജറില്ലാതിരുന്ന, അവിടെ ഇല്ലാതിരുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും ലിസ്റ്റ് അദ്ദേഹം ശേഖരിച്ചു, കൂട്ടിച്ചേർത്തു. ആറാമത്തെ വാക്ക് ഔട്ട് മോഡഡ്. ഇതിനർത്ഥം പഴഞ്ചനായ, കാലഹരണപ്പെട്ട, ഇപ്പോൾ ഉപയോഗത്തിലില്ലാത്ത, ഇതൊക്കെയാണ് അർത്ഥം. പഴയ, ഫാഷനായ, കലോചിതമില്ലാത്ത. ദ കമ്പനി ഫൈനലി ഡിസൈഡഡ്
ടു റീപ്ലേസ് ഇറ്റ്സ് ഔട്ട്മോഡഡ് കമ്പ്യൂട്ടർ. ദ കമ്പനി ഫൈനലി ഡിസൈഡഡ്. കമ്പനി അവസാനം തീരുമാനിച്ചു. ഫൈനലി എന്നാൽ അവസാനം, ഡിസൈഡഡ് തീരുമാനിച്ചു. ടു റീപ്ലേസ് മാറ്റി സ്ഥാപിക്കാൻ ഇറ്റ്സ് ഔട്ട്മോഡഡ് കമ്പ്യൂട്ടർ. അതിൻ്റെ ഇറ്റ്സ് എന്നാൽ അതിൻ്റെ കമ്പനിയിലെ പഴഞ്ചനായ കാലഹരണപ്പെട്ട കമ്പ്യൂട്ടർ മാറ്റാൻ കമ്പനി അവസാനം തീരുമാനിച്ചു. ഏഴാമത്തെ വാക്ക് ബിസ്മേർച്ച്. ഇതിനർത്ഥം കളങ്കപ്പെടുത്തുക, കുറ്റപ്പെടുത്തുക, വൃത്തികേടാക്കുക, ഇതൊക്കെയാണ് അർത്ഥം. മാനം കെടുത്തുക. പൊളിറ്റിക്കൽ റൈവൽസ് അറ്റംപ്റ്റഡ് ടു ബിസ്മേർച്ച് ഹെർ ക്യാരക്ടർ ബിഫോർ ദി ഇലക്ഷൻ. പൊളിറ്റിക്കൽ റൈവൽസ് എന്നാൽ എതിരാളികൾ, രാഷ്ട്രീയ എതിരാളികൾ. അറ്റംപ്റ്റഡ് ശ്രമിച്ചു, ടു ബിസ്മേർച്ച് കളങ്കപ്പെടുത്താൻ, ഹെർ ക്യാരക്ടർ എന്നാൽ വ്യക്തിത്വം, ബിഫോർ ദി ഇലക്ഷൻ എന്നാൽ ഇലക്ഷന് മുമ്പായിട്ട്. രാഷ്ട്രീയ എതിരാളികൾ അവളുടെ വ്യക്തിത്വത്തെ കളങ്കപ്പെടുത്താൻ ശ്രമിച്ചു. ഇലക്ഷന് മുമ്പായിട്ട്, തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അവളുടെ വ്യക്തിത്വത്തെ കളങ്കപ്പെടുത്താൻ രാഷ്ട്രീയ എതിരാളികൾ ശ്രമിച്ചു. എട്ടാമത്തെ വാക്ക് റിബഫ്. ഇതിനർത്ഥം തിരിച്ചടി, തിരസ്കരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. നിരാകരിക്കുക, അവഗണനാപൂർവം പെരുമാറുക. ഷീ ട്രൈഡ് ടു ടോക്ക് ടു ഹിം ആഫ്റ്റർ ദ ബ്രേക്കപ്പ് ബട്ട് ഹി റിബഫ്ഡ് ഹെർ വിത്ത് എ കോൾഡ് സ്റ്റെയർ. ഷീ ട്രൈഡ് അവൾ ശ്രമിച്ചു, ടു ടോക്ക് ടു ഹിം അവനോട് സംസാരിക്കാൻ അവൾ ശ്രമിച്ചു. ആഫ്റ്റർ ദ ബ്രേക്ക് എന്നാൽ ബന്ധം പിരിയൽ. അവരുടെ ബന്ധം പിരിയലിന് ശേഷം അവൾ അവനോട് സംസാരിക്കാൻ ശ്രമിച്ചു. ബട്ട് എന്നാൽ ഹി റിബഫ്ഡ് അവൻ തിരസ്കരിച്ചു. ഹി റിബഫ്ഡ് അവൻ അവളെ തിരസ്കരിച്ചു വിത്ത് എ കോൾഡ് സ്റ്റെയർ എന്നാൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള നോട്ടം, അതല്ലെങ്കിൽ ഒരു അൺഫ്രണ്ട്ലി ആയിട്ടുള്ള, ഒരു സുഹൃത്ത് ബന്ധമല്ലാത്ത, ഒരു നല്ല നിലക്ക് ഇഷ്ടമില്ലാത്ത നോട്ടം, അതാണ്. അത്തരത്തിൽ അവൻ അവളെ നോക്കി. ബ്രേക്കപ്പിന് ശേഷം അവൾ അവനോട് സംസാരിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ അവളെ ദേഷ്യപ്പെട്ടുകൊണ്ട് നോക്കി. ഒമ്പതാമത്തെ വാക്ക് യൂസേർവ്. ഇതിനർത്ഥം പിടിച്ചെടുക്കുക, തട്ടിയെടുക്കുക, ബലം പ്രയോഗിച്ച് ഭരണാധികാരം കൈക്കലാക്കുക. ദ ഡിക്റ്റേറ്റർ യൂസേർവ്ഡ് ദ പ്രസിഡൻസി ആഫ്റ്റർ സ്റ്റേജിങ് എ മിലിറ്ററി കൂപ്പ്. ദ ഡിക്റ്റേറ്റർ ഏകാധിപതി, യൂസേർവ്ഡ് പിടിച്ചെടുത്തു, ദ പ്രസിഡൻസി എന്നാൽ പ്രസിഡൻ്റിൻ്റെ ആ സ്ഥാനം, ആ അധ്യക്ഷത സ്ഥാനം ഏകാധിപതി തട്ടിയെടുത്തു. ആഫ്റ്റർ സ്റ്റേജിങ് എ മിലിറ്ററി കൂപ്പ് എന്നാൽ അർത്ഥം അട്ടിമറി എന്നുള്ള അർത്ഥമാണ്. ഭരണ അട്ടിമറി, ഒരു പട്ടാള അട്ടിമറി നടത്തിക്കൊണ്ട് ഏകാധിപതി പ്രസിഡന്റ് സ്ഥാനം തട്ടിയെടുത്തു. പത്താമത്തെ വാക്ക് ഡിസ്ബാർ. ഇതിനർത്ഥം അയോഗ്യനാക്കുക, വക്കീൽ പണി ചെയ്യാനുള്ള അവകാശം എടുത്തു കളയുക, ഇതൊക്കെയാണ് അർത്ഥം. ഡിസ്ബാർ. ദ കറപ്റ്റ് ലോയർ വാസ് ഡിസ്ബാർ. അഴിമതിക്കാരനായ അഭിഭാഷകനെ അയോഗ്യനാക്കി. അഴിമതിക്കാരനായ അഭിഭാഷകൻ അയോഗ്യനാക്കപ്പെട്ടു. ആഫ്റ്റർ അതിനെ തുടർന്ന്. ഇറ്റ് വാസ് റിവീൽഡ് വെളിപ്പെട്ടു. അത് വെളിപ്പെട്ടതിനെ തുടർന്ന്. ഹീ ഹാഡ് ടാമ്പേർഡ് വിത്ത് എവിഡൻസ് അദ്ദേഹം തെളിവ് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ബോധ്യപ്പെട്ടു. അത് വെളിവായി. അതിനെ തുടർന്ന് അഭിഭാഷകനെ, കൈക്കൂലിക്കാരനായിട്ടുള്ള അഭിഭാഷകനെ ഡിസ്ബാർഡ് അയോഗ്യനാക്കി. കറപ്റ്റ് ലോയർ എന്നാൽ അഴിമതിക്കാരനായിട്ടുള്ള അഭിഭാഷകൻ. ഡിസ്ബാർഡ് എന്നാൽ അയോഗ്യനാക്കി. വാസ് ഡിസ്ബാർഡ് അയോഗ്യനാക്കപ്പെട്ടു എന്നാണ് അർത്ഥം. ഇറ്റ് വാസ് റിവീൽഡ് എന്നാൽ അത് വെളിപ്പെട്ടു. റിവീൽ എന്നാൽ വെളിവാകുക. ടാമ്പ് എന്നാൽ കേട് വരുത്തുക, താറുമാറാക്കുക, നശിപ്പിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ടാമ്പേർഡ് വിത്ത് എവിഡൻസ് എന്നാൽ തെളിവ് നശിപ്പിച്ചു. അഴിമതിക്കാരനായ അഭിഭാഷകനെ അയോഗ്യനാക്കി. അദ്ദേഹം തെളിവ് നശിപ്പിച്ചു എന്ന് തെളിയിക്കപ്പെട്ടു. അതിനെ തുടർന്ന് ഈ അഴിമതിക്കാരനായ അഭിഭാഷകനെ അയോഗ്യനാക്കി. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഈ 10 വാക്കുകളാണ്. റേസ് നിരത്തുക, നീക്കുക, നശിപ്പിക്കുക, ഇടിച്ചു കളയുക. ഇവിക്റ്റ് ഇറക്കി വിടുക, കുടിയിറക്കുക, ഒഴിപ്പിക്കുക.
ഫിഷ് ഔട്ട് കണ്ടെടുക്കുക, പുറത്തെടുക്കുക. ഹിഡിയസ് പേടിപ്പിക്കുന്ന, ഭീകരമായ, അസുഖപ്രദമായ. കമ്പൈൻ സമാഹരിക്കുക, ശേഖരിക്കുക, കൂട്ടിച്ചേർക്കുക. ഔട്ട് മോഡേൺ പഴഞ്ചനായ, കാലോചിതമല്ലാത്ത, ഇപ്പോൾ ഉപയോഗത്തിലില്ലാത്ത. ബിസ്മേർച്ച് അഴുക്കാക്കുക, കളങ്കപ്പെടുത്തുക, വൃത്തികേടാക്കുക, മാനം കെടുത്തുക. റിബഫ് തിരസ്കരിക്കുക, അവഗണിക്കുക, അവഗണനാപൂർവം പെരുമാറുക, തടുക്കുക. യൂസേർപ്പ് പിടിച്ചെടുക്കുക, രാജകത്വം കൈക്കലാക്കുക, ബലം പ്രയോഗിച്ച് ഭരണാധികാരം കൈക്കലാക്കുക. ഡിസ്ബാർ അയോഗ്യനാക്കുക, വക്കീൽ പണി ചെയ്യാനുള്ള അവകാശം എടുത്തുകളയുക.